സർവീസ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ അതുപോലെ കൺസ്ട്രക്ഷൻ ഇതുപോലുള്ള ആളുകളൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മാർക്കറ്റിംഗ് എനിക്ക് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതെനിക്ക് നടക്കുന്നില്ല. നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, റാൻഡം ബൂസ്റ്റിങ്, അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് തോന്നുമ്പോൾ ചെയ്യും ഒരു ബൂസ്റ്റിംഗ് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനും പോകുന്നില്ല. അതൊരു വേ ഓഫ് ഷൗട്ടിംഗ് ആണ്. ചില സമയത്ത് നിങ്ങളൊരു ഒച്ച ഉണ്ടാക്കുന്ന രൂപത്തിൽ. പക്ഷെ എന്ത് വേണം, അതിന് പകരമായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ സ്മൂത്തായിട്ട് പോകണം. അതിന് കറക്റ്റ് കണ്ടന്റ് ഒരു കലണ്ടർ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ രൂപത്തിൽ അങ്ങനെ കൊണ്ടുപോകണം. എന്നാലുള്ളൂ ഇവിടെ ശരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക, മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുക. ഒരു വാട്സപ്പിലേക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റിസൾട്ട് കിട്ടും. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും. പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ടിലേക്ക് എത്തും. നിങ്ങൾ എത്ര വലിയ ബ്രാൻഡോ എത്ര ചെറിയ ബ്രാൻഡോ ആയിക്കോട്ടെ, ഇതെല്ലാവർക്കും ബാധകമാണ്. സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രോപ്പർ എമൗണ്ടും പ്രോപ്പർ ടൈമും പ്രോപ്പർ കണ്ടന്റ് സ്ട്രാറ്റജി ഇതെല്ലാം കൊണ്ടുപോകാം. ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനാണ് പറയുന്നത്. എന്നോട് ഈ ഒരു സംഭവം കൂടുതൽ പറയുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു അവരുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അധികം കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതൊക്കെ പഠിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പോവാതെ എന്ത് ചെയ്യുക, ഒരു മെൻറ്ററെ കണ്ടെത്തി ഒരു കോച്ചിനെ കണ്ടെത്തി അവരുടെ ഗൈഡൻസിലൊക്കെ ചെയ്യാം. അത് ഞാൻ തന്നെ വേണമെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ മാറ്റം നമ്മളിലാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. താങ്ക് യു.